ചങ്ങായിമാരെ എന്നൊരു തരികട ബീഫ് റോസ്റ്റാണ്. അതിലേക്ക് നമുക്ക് 1 കിലോ ബീഫ് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചത്. അതിനുശേഷം ഒരു ഉള്ളി, ഒരു തക്കാളി, ഒരു 3 പച്ചമുളക് എടുക്കാം. എന്നിട്ട് നമ്മുടെ കുക്കറങ്ങ് അടുപ്പത്ത് വെച്ച് കത്തിച്ചതിന് ശേഷം അതിനകത്തേക്ക് ബീഫ് ഇടുക, കുറച്ച് വെള്ളം ഒഴിക്കുക, കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക, എന്നിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഒരു 4-5 വിസിൽ. അതിനുശേഷം ബീഫിൽ വെള്ളം കൂടുതലാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒന്നും കൂടി ഒന്ന് വറ്റിച്ചെടുത്തോ. എന്നിട്ട് നമ്മുടെ ബീഫ് ഒന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. മാറ്റി വെച്ചതിന് ശേഷം ഈ ചട്ടിയിൽ തന്നെ പിന്നെയും കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഉള്ളി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. ഉള്ളി ഏകദേശം ഒന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒരു പച്ചമണം മാറുന്നവരെ നല്ലോണം ഇളക്കിയെടുക്കുക. അതൊന്ന് മാറിയതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച പച്ചമുളക്, തക്കാളി ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കുക. ഇളക്കി ഒന്ന് വഴന്ന് വരുമ്പോൾ അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, പിന്നെ മീറ്റ് മസാല ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ നല്ലോണം ഒന്ന് ഇളക്കി വേവിച്ചെടുക്കാം. പിന്നെ ഇതൊക്കെ ഒന്ന് വഴന്ന് വരുമ്പോൾ ഇതിനകത്തേക്ക് നമ്മുടെ ബീഫ് ആഡ് ചെയ്യുക. ബീഫ് ആഡ് ചെയ്തതിന് ശേഷം നല്ലോണം ഒന്ന് ഇളക്കി ആ മസാല എല്ലാം ബീഫിൽ പിടിക്കുന്നവരെ ഇളക്കി നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുക. ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. അതിനകത്തേക്ക് പിന്നെ നമ്മുടെ മല്ലി, കറിവേപ്പില ആഡ് ചെയ്യുക. പിന്നെ കുറച്ച് സോയ സോസ്, പിന്നെ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ്. ഇത്രയും മതി. ഇത്രയും ഉണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് ഉപ്പ് ആഡ് ചെയ്യുന്നില്ല, കാരണം ഓൾറെഡി നമ്മൾ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ലാസ്റ്റ് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് നമ്മൾ ബീഫ് റോസ്റ്റ് റെഡി.